നാറ്റോ സെക്രട്ടറി മാർക്ക് റൂട്ടെ ഇന്ത്യയുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് മോദിയും പുടിനും തമ്മിൽ സംസാരിച്ചു. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പുടിനൊപ്പമാണ് അവർ എന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. പക്ഷെ ഇന്ത്യ അത് തള്ളുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് അമേരിക്കയുടെ നയം എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും ഒരുമിച്ചാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അവരുമായിട്ട് സഹകരിക്കുന്നത് ഈ പറയുന്ന വ്യാപാര കാര്യത്തിലാണ്, റഷ്യയുമായിട്ട് സഹകരിക്കുന്നത്. അത് മാത്രമല്ല, റഷ്യയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു യുദ്ധ പങ്കാളി കൂടിയാണ് ഇന്ത്യ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മാർക്ക് റൂട്ടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. നരേന്ദ്രമോദിയും പുടിനും തമ്മിൽ ഫോണിൽ സംസാരിച്ചു എന്നുള്ളതാണ് റൂട്ടയുടെ പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം എന്ന് പറയുന്നത് വ്യാപാര കാര്യം സംസാരിക്കാനല്ല. ഇതിനകത്ത് നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ മാർക്ക് റൂട്ടയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, US-ന്റെ തീരുവ, ഇന്ത്യയിൽ ഏൽപ്പിച്ചിരിക്കുന്ന തീരുവ റഷ്യയെ ബാധിച്ചു എന്ന് വരുത്തണം. 2, ഇന്ത്യയും റഷ്യയും യുദ്ധത്തിൽ പങ്കാളികളാണെന്ന് വരുത്തി തീർക്കണം. ഇതിന് രണ്ടിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ഇല്ലാക്കഥ മെനഞ്ഞിരിക്കുന്നത് പുടിനും നരേന്ദ്രമോദിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു എന്നുള്ളത്. നരേന്ദ്രമോദിയും പുടിനും തമ്മിൽ അങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ ഉണ്ടല്ലോ, അത് പരോക്ഷമായി റഷ്യയെ ബാധിച്ചു എന്നാണ് മാർക്ക് റൂട്ടയുടെ കണ്ടുപിടുത്തം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.